അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പം ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പൈപ്പ് ക്ലീനർ ക്രാഫ്റ്റ്സിൻ്റെ ഒക്കെ ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇതിൽ ഞാനിപ്പം 6 എണ്ണമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് വേറെ വീഡിയോസ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഒത്തിരി ലോങ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പും കൂടെ കൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പം നിങ്ങൾക്ക് വേണ്ടത് മാത്രം പോയി കണ്ടാൽ മതിയല്ലോ, ഫുൾ വീഡിയോ കാണണ്ടല്ലോ. അങ്ങനെയുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വന്നിട്ട് ലില്ലി ഫ്ലവർ ലാമ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ പൈപ്പ് ക്ലീനർ 5 എണ്ണമാണ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ലീഫ് ചെയ്തെടുക്കുന്നത് കേട്ടോ, ലില്ലി ഫ്ലവർ. അപ്പോൾ പേർപ്പിൾ കളറിലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് 6 പെറ്റൽസാണ് നമ്മൾ ആദ്യം ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ലീഫും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു പൈപ്പ് ക്ലീനർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പ് ക്ലീനറാണ് കേട്ടോ. അപ്പം ഞാൻ രണ്ടും എടുക്കാറുണ്ട്. അത് എൻ്റെ അടുത്ത് അവൈലബിൾ ആവുന്നതിനനുസരിച്ചിട്ടാണ് ഓരോ കളേഴ്സും. പിന്നെ പലരും ഈ ഒരു മെറ്റീരിയൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇത് ഫസി വയർ എന്നും പറയും, അതുപോലെ പൈപ്പ് ക്ലീനർ എന്നും പറയും കേട്ടോ. രണ്ടായാലും നമുക്ക് നോക്കിയാൽ കിട്ടും. പിന്നെ അത് എവിടെ നിന്നാണ് വാങ്ങിക്കുക എന്നുള്ളത്, ഇത് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ഒക്കെ നാട്ടിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ചെറിയ ഇതുപോലെ ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ കാണാറുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് പിന്നെ ഓരോ കളേഴ്സും അതുപോലെ ക്വാളിറ്റിയും അതൊക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ അനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് അഫോർഡബിൾ ആവണമെങ്കിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പം നിങ്ങൾ ഈ സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണോ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് അത് നോക്കി വാങ്ങിക്കുക. പിന്നെ ക്വാളിറ്റി ചെറിയ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ കൂടിയിട്ട് നമുക്കിതുപോലെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അത് ചെയ്യാൻ പറ്റില്ല എന്നില്ല, ഞാൻ രണ്ടും യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് കിട്ടുന്ന കളേഴ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, റേറ്റും ഒക്കെ നോക്കിയിട്ടാണ് ഞാനതും എടുക്കാറുള്ളത്. റേറ്റ് കുറഞ്ഞതും ക്വാളിറ്റി കുറഞ്ഞതൊക്കെ ഞാനും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ മെറ്റൽ വയർ ഞാൻ 2 എണ്ണമൊക്കെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ, നല്ല സ്റ്റഡിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കെല്ലാം ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ. അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ ഇതെല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ ഏസൊരു വെയിറ്റ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു മെറ്റൽ വയറും കൂടെ അടിയിൽ വെച്ചിട്ട് ഒന്നും കൂടെ റോൾ ചെയ്ത് കൊടുത്തു കേട്ടോ പൈപ്പ് ക്ലീനർ. അപ്പോഴും നോക്കുമ്പോൾ അതിങ്ങനെ വീണ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെയും ഞാൻ ഒരു റൗണ്ടും കൂടെ പൈപ്പ് ക്ലീനർ അടിയിൽ ഇങ്ങനെ ചുറ്റി കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു 2-3 വട്ടം അങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷമാണ് സ്റ്റഡിയിൽ നിൽക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം മുകളിൽ ഈ ഫ്ലവറും എല്ലാം കൂടെ വരുമ്പോൾ ഒരു വെയിറ്റ് വരുമല്ലോ, അപ്പോൾ അതുകൊണ്ടുകൂടെയാണ്. ഇനിയിപ്പം ഇതിൽ നമുക്ക് ലൈറ്റും വെക്കാനുണ്ട്. അപ്പം എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ഈ ഫ്ലവേഴ്സിനൊക്കെ ഷെയ്ഡിങ്ങിനൊക്കെ ആയിട്ട് ഞാൻ എന്ത് പൗഡറാണ് യൂസ് ചെയ്യാൻ ചോദിക്കലുണ്ട്. അത് ഒന്നുകിൽ നമുക്കതുപോലെ ഐ ഷാഡോ പിന്നെ ബ്ലഷോ അങ്ങനെയുള്ള മേക്കപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ കളർ പിഗ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതും യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഈ സ്കെച്ച് പെന്നും മാർക്കറൊന്നും ഇങ്ങനെ നമുക്കിങ്ങനെ ഷെയ്ഡിങ്ങിന് അത്ര സ്യൂട്ടല്ലല്ലോ. അപ്പം ഇതുപോലെ പൗഡർ ടൈപ്പ് ആയിട്ടുള്ള കളേഴ്സ് കിട്ടിയാൽ നമുക്കതുപോലെ ഷെയ്ഡ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഫൈനലി സ്ട്രിങ് ലൈറ്റും കൂടെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം എങ്ങനെയുണ്ട് എന്നുള്ളത് വേഗം കമൻറ്റ് ചെയ്ത് കേട്ടോ. ഇനി നമ്മളൊരു ലോട്ടസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനും ഞാൻ 5 പൈപ്പ് ക്ലീനറാണ് എടുക്കുന്നത്. ഇവിടെ പിങ്ക് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ
ചെയ്യുന്ന ഈ ഒരു ലോട്ടസ് അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. അപ്പം അതിൽ ഞാൻ എടുക്കുന്ന പെറ്റൽസ് എന്ന് പറയുന്നത് 6 പെറ്റൽസ് ഒരു ലെയറിൽ, അടുത്ത ലെയറിൽ ഒരു 6 പെറ്റൽസ്, പിന്നെ അടുത്ത ലെയറിൽ ഒരു 6 പെറ്റൽസ്, അങ്ങനെ ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ അതുപോലെ ചെറിയ പെറ്റൽസ് ഒരു 6 ഏറ്റവും അടിയിലായിട്ടും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യാൻ എടുത്തപ്പോൾ ഓർമ്മ വന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അപ്പോഴാണ് പിന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ള് പിന്നെ ബാക്കിയുള്ള പെറ്റൽസും ഷെയ്ഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതാ നെക്സ്റ്റ് ലെയർ ഈ ഒരു രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ആൾട്ടർനേറ്റ് ആയിട്ട് അടുത്ത ലെയർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് വരുമ്പം തന്നെ നമുക്ക് ഒരു സത്യം പറഞ്ഞാൽ ലോട്ടസ് പോലെ തോന്നും കേട്ടോ. ഇനി നമ്മുടെ ചെറിയ പെറ്റൽസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വേറൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെറിയ പെറ്റൽസ് എടുക്കുന്നത് കേട്ടോ. അത് മാക്സിമം നമ്മൾ പൈപ്പ് ക്ലീനർ യൂസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ആ ഒരു മെത്തേഡ് മാറുന്നത്, പെറ്റൽസ് ഉണ്ടാക്കുന്നത്. അപ്പം ആ ഒരു ചെറിയ പെറ്റൽസിനും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു ഏറ്റവും അടിയിലായിട്ട്. ഇനി നമുക്ക് ഉള്ളിൽ ഇതുപോലെ പൂമ്പൊടി എന്ന് പറയും, സ്റ്റാമൻസ്, പോളൻ എന്നൊക്കെ പറയും. അപ്പം അതും സ്റ്റിക്ക് ചെയ്ത് ഇനി നമ്മുടെ സ്റ്റെമ്മാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത് ഗ്രീൻ കളറിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ലോട്ടസിൻ്റെ ലീഫും കൂടെ ചെയ്തെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഫൈനൽ ലുക്കാണ് നമ്മുടെ ഈ ഒരു ലോട്ടസ് വന്നിരിക്കുന്നത്. അപ്പം അതെങ്ങനെയുണ്ട് എന്നുള്ളത് വേഗം താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ, ഇഷ്ടമായോ എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ സൺഫ്ലവർ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ അത്യാവശ്യം ഒരു റീച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സൺഫ്ലവർ ചെയ്ത സമയത്ത്. പക്ഷേ യൂട്യൂബിൽ അത്ര ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ചെയ്ത് വന്നപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു സന്തോഷം കിട്ടുമല്ലോ, ആ ഒരു ഫീലായിരുന്നു ഒരു സൺഫ്ലവർ ചെയ്ത സമയത്ത് കേട്ടോ. അപ്പം ഇതും നമ്മളിതാ ഇതുപോലെ പെറ്റൽസാണ് ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫൈനലി നമ്മളതിൻ്റെ ലീഫ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ലീഫ് ചെയ്യാനാണെങ്കിൽ കുറച്ച് സമയം എടുത്തത് കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
ഫൈനലി ഇതാ നമ്മുടെ സൺഫ്ലവറും ചെയ്തെടുത്തു. നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. ഈ ഒരു സ്ട്രോബെറിൻ്റെ ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് പെട്ടെന്ന് തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് കേട്ടോ. ശ്രദ്ധിച്ച് നമ്മളത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് പൈപ്പ് ക്ലീനർ എന്നുള്ളതൊന്ന് കറക്റ്റ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ് പൈപ്പ് ക്ലീനറിൻ്റെ സ്ട്രോബെറി. ഒരുവിധം എല്ലാം പെറ്റൽസ് ആണെങ്കിലും ഒക്കെ തന്നെ ഏകദേശമൊക്കെ ഒരുപോലെയാണ്. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേപ്പിങ്ങിലൊക്കെ ഒരു വ്യത്യാസം വരുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഒരു സ്ട്രോബെറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 6 എണ്ണമാണ് ചെയ്തെടുക്കുക. എന്നിട്ടിതും ഗ്ലൂ ഗണ്ണ് വെച്ച് ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫൈനലി നമ്മൾ അതിൽ കുറച്ച് കോട്ടൺ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ലാസ്റ്റുള്ള ആ ഒരു പീസ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്കിതിൻ്റെ ബാക്കിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് ചെയ്തെടുക്കുക. അതിനെന്താ പറയുക എന്നുള്ളത് എന്നെ മറന്നുപോയി. നമ്മൾ കുറച്ചധികം കളർഫുൾ ആയിട്ടുള്ള സ്ട്രോബെറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് ഇതുപോലെ കീ ചെയിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അടുത്ത നമ്മളൊരു റോസാണ്. അത് ആദ്യം 3 എണ്ണം ചെറുതും പിന്നെ ഒരു 6 എണ്ണം വലിയ പെറ്റൽസുമാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പെറ്റൽസ് നിന്നും കുറച്ചൊരു വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ ഒരു ചെറിയൊരു പെറ്റൽസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് വീതി കുറച്ച് കുറവായിരിക്കും. നെക്സ്റ്റ് കുറച്ച് വീതി ഉള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ ഒരു ട്വിസ്റ്റ് ചെയ്യുന്ന പൈപ്പ് ക്ലീനർ 3 എണ്ണം എടുക്കുന്നുണ്ട്. അതായത് ഒരു പൈപ്പ് ക്ലീനർ 2 ആക്കി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ 2 എണ്ണം എടുക്കുന്നത്. അതുപോലെ 3 എണ്ണം ചെറുത് പകുതി ഹാഫ് പൈപ്പ് ക്ലീനർ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പിന്നെ നമ്മളിത് അയേണിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ഈ ഒരു പെറ്റൽസിനൊക്കെ. അപ്പം അതെങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം. അടുത്തത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലോട്ടസ് ആണ്, പക്ഷേ ഇത് നമുക്ക് ദീപാവലിക്കൊക്കെ പറ്റിയിട്ടുള്ള ലോട്ടസ് ഹാങ്ങിങ് ലാമ്പാണ് കേട്ടോ.
അപ്പം നല്ല അടിപൊളി കളേഴ്സിലാണ് നമ്മൾ ഈ ഒരു ലോട്ടസ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ പക്ഷേ 12 പെറ്റൽസ് ആണ് വലുത് ചെയ്യുന്നത്, പിന്നെ ഒരു 6 ചെറിയ പെറ്റൽസും ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഹാങ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ടാസൽസ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹാങ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ടേബിളിലൊക്കെ ഇങ്ങനെ ഇടയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാസൽസിൻ്റെ ആവശ്യമില്ല. അത് അഥവാ ഉണ്ടെങ്കിൽ നമുക്ക് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബേസിൻ്റെ മുകളിൽ നമ്മളൊരു ഗ്രീൻ ലീഫ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചെറിയ പെറ്റൽസ് ഇതാ വീഡിയോയിൽ കണ്ട പോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ബിഗ് പെറ്റൽസ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഫൈനലി പൂമ്പൊടിയൊക്കെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ലാമ്പൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീടൊക്കെ ഡെക്കോർ ചെയ്ത് അല്ലെങ്കിൽ ഓഫീസൊക്കെ ഡെക്കോർ ചെയ്ത് വെക്കാൻ പറ്റും ദീപാവലിക്കൊക്കെ. അപ്പം ഒത്തിരി പേര് ഇതിൻ്റെ വീഡിയോയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ലാസ്റ്റ് നമുക്കിപ്പോൾ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് സൈഡിലും ഇതുപോലെ സ്ട്രിങ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്